ഹായ് ഓൾ, എല്ലാവർക്കും സയൻസ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കോളജി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2018 ജൂൺ നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 1 ആണിത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് അണ്ടർ 18 years of age is laid down under ഓപ്ഷൻ എ RT Act 2009, ഓപ്ഷൻ ബി PWD Act 2016, ഓപ്ഷൻ സി UGC Act 1956 ആൻഡ് ഓപ്ഷൻ ഡി CO Act 2009. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അണ്ടർ 18 years of age ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി PWD Act 2016 ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ PWD Act 2016 എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നാണ്. അപ്പം ഇത് ഫസ്റ്റ് നിലയിൽ വന്നത് 1995 പിന്നെ ഇത് മോഡിഫൈ ചെയ്തതാണ് 2016 എന്ന് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നില്ല. RT Act 2009 എന്ന് പറയുന്നുണ്ടല്ലോ, സോ അതും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് 6 to 14 ഏജ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ആക്റ്റാണ് RT Act 2009 എന്ന് പറയുന്നത്. അതാണ് അതിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ എമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് നെസസറി ഫോർ എഫക്റ്റീവ് ലേണിംഗ്? ഓപ്ഷൻ എ ആക്ടിവിറ്റി, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി റിസൾട്ട് ആൻഡ് ഓപ്ഷൻ ഡി മോഡൽസ്. നോട്ട് നെസസറി ഫോർ എഫക്റ്റീവ് ലേണിംഗ് ഇതാണ്. യെസ്, ഓപ്ഷൻ ഡി മോഡൽസ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഓപ്ഷൻ എ സെൻട്രൽ ടു പെരിഫറൽ, ഓപ്ഷൻ ബി ഹെഡ് ടു ഫീറ്റ്. ഓപ്ഷൻസോട് പറയാം. ഓപ്ഷൻ എ 1 is wrong and 2 is correct. Option B 1 and 2 are correct. Option C 2 is wrong and 1 is correct. And option D 1 and 2 are wrong. Development start ചെയ്യുന്നത് സെൻട്രൽ ടു പെരിഫറൽ ആൻഡ് ഹെഡ് ടു ഫീറ്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം. യെസ്, ഓപ്ഷൻ ബി 1 and 2 ആർ കറക്റ്റ്. അതായത് സെൻട്രൽ ടു പെരിഫറൽ ആൻഡ് ഹെഡ് ടു ഫീറ്റ് ആണ് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് സെൻട്രൽ ടു പെരിഫറൽ എന്ന് പറയുമ്പോൾ എന്താണ്? മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സ്റ്റാർട്ട് ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി ടു ദ ഔട്ടർ പാർട്സ്. ആൻഡ് ഹെഡ് ടു ഫീറ്റ് എന്ന് പറയുമ്പം സെഫലോകോൾ ട്രെൻഡ് ആണല്ലേ. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻസ് ഡെവലപ്പ് ഫസ്റ്റ് ഇൻ ദ head region and then it proceeds down to the foot into the direction of longitudinal axis. So രണ്ട് ഓപ്ഷൻസും കറക്റ്റ് ആണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾ ഈസ് എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഇൻ. ഓപ്ഷൻ എ ബേബിഹുഡ്, ഓപ്ഷൻ ബി ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ സി അഡൾട്ട്ഹുഡ് ആൻഡ് ഓപ്ഷൻ ഡി അഡോളസെൻസ്. ലേണിംഗ് അപ്രോപ്രിയേറ്റ് സെക്സ് റോൾ ഇൻ എ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഏതിലായിരിക്കും? അഡോളസൻസ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോസ്കോളസ്റ്റിക് ഏരിയാസ് സച്ച് ആസ് പെർഫോമൻസ് ഇൻ സ്പോർട്സ്, ആർട്ട്, മ്യൂസിക്, ഡാൻസ്, ഡ്രാമ ആൻഡ് അതർ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് സോഷ്യൽ ക്വാളിറ്റീസ് ആർ അസസ്ഡ് ഇൻ. ഓപ്ഷൻ എ യൂണിറ്റ് ആൻഡ് സമ്മേറ്റീവ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഔട്ട്ഡോർ ആൻഡ് സ്റ്റേജ് കോമ്പറ്റീഷൻസ്, ഓപ്ഷൻ സി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് സ്കിൽ അസസ്മെൻറ്റ്. സ്കോളസ്റ്റിക് ആൻഡ് നോൺ സ്കോളസ്റ്റിക് ഏരിയാസ് അസസ് ചെയ്യുന്ന ഇതിലാണ് CC ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് അസസ്മെൻറ്റ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു ഹു ലേൺ വയലിൻ ഈസ് ഏബിൾ ടു പ്ലേ ഗിത്താർ ആൻഡ് ഫ്ലൂട്ട് ആസ് വെൽ. ദിസ് മീൻസ് രാജു. ഓപ്ഷൻ എ ഈസ് എ ഗിഫ്റ്റഡ് പേഴ്സൺ, ഓപ്ഷൻ ബി ഈസ് എ ബോൺ മ്യൂസീഷ്യൻ ആൻഡ് ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഹിസ് ലേണിംഗ്, ഓപ്ഷൻ ഡി ജനറലൈസ്ഡ് ഹിസ് ലേണിംഗ്. ഏതായിരിക്കും? ഓപ്ഷൻ സി ട്രാൻസ്ഫോർഡ് ഹിസ് ലേണിംഗ് ആണ് കറക്റ്റ് ആൻസർ. അതായത് ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണല്ലേ, ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഓർ സ്കിൽസ് അക്വേർഡ് ഇൻ വൺ സിറ്റുവേഷൻ ടു അനദർ. അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ട്രാൻസ്ഫേർഡ് ഹിസ് ലേണിംഗ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Laila saw her husband standing in front of movie theater. Later, she accused him of going for movie without her. The assumption Laila made about her husband can be explained by which of the principles?
ഓപ്ഷൻ എ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ, ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി, ഓപ്ഷൻ സി പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി ആൻഡ് ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്പോസിഷൻ. ഏതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ആണ് റൈറ്റ് ആൻസർ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി ഓർ ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞത്? അതായത് ടെൻഡൻസി ടു പെർസീവ് സ്റ്റിമുലേ നിയറർ വൺ അനദർ ആസ് ബിലോങ്സ് ടുഗദർ. അതായത് നിയറസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒരു ഗ്രൂപ്പായിട്ടല്ല ഒരു കൂട്ടമായിട്ട് കാണാനുള്ള ആ ഒരു വ്യക്തിയുടെ മൈൻഡിൻ്റെ ആ ഒരു ടെൻഡൻസിയാണ് ലോ പ്രോക്സിമിറ്റി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാണി വാസ് വാച്ചിങ് TV when her father reminded her of her low grade and sent her to study. But Rani only wasted her time at her study table. Which of the learning law that Rani's father failed to apply? Option A law of effect, option B law of exercise, option C law of redness and option D law of identical elements. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഇത് തോൺട്രിക്കിൻ്റെ ലോ ഓഫ് ലേണിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സോ ഇവിടുത്തെ സിറ്റുവേഷനായിട്ട് കറക്റ്റ് ആവുന്ന ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ലോ ഓഫ് റെഡ്നെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is not an activity of teacher as a mentor? Option A acclimatization, option B role modeling, option C listening and advising and option D year planning. ഏതായിരിക്കും? ഓപ്ഷൻ ഡി ഇയർ പ്ലാനിംഗ് ആണ് നോട്ട് ആൻ ആക്ടിവിറ്റി ഓഫ് ടീച്ചർ ആസ് എ മെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റുഡൻസ് ഡിസൈർ ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് ടു പുട്ട് ഫോർത്ത് എഫോർട്ട് ടു ലേൺ ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഇൻറ്റേർണൽ മോട്ടിവേഷൻ, ഓപ്ഷൻ ബി പെർസ്യൂഡഡ് മോട്ടിവേഷൻ, ഓപ്ഷൻ സി എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സോഷ്യൽ മോട്ടിവേഷൻ. സ്റ്റുഡൻസ് ഡിസൈർ ടു ബിക്കം റെസ്പോൺസിബിൾ ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. അപ്പോൾ ഇവിടെ ഏതായിരിക്കും? ഇൻറ്റേർണൽ മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷനാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫേർഡ് ഇമിറ്റേഷൻ ഒക്കേഴ്സ് വെൻ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ദ ഇൻഫാൻറ്റ് ഹാസ് ലേൺ എ മെൻ്റൽ സ്ട്രക്ചർ ഓഫ് ദ എക്സ്റ്റേണൽ വേൾഡ്. ഓപ്ഷൻ ബി ദ ഇൻഫാൻറ്റ് ഹാസ് ലേൺ ടു ഒബ്സർവ് ദ മാനറിസം ഓഫ് ദ അഡൽട്സ്. ഓപ്ഷൻ സി ദ ഇൻഫാൻറ്റ് ഹാസ് ലേൺ അബൌട്ട് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻസ്. Option D, the infant has learned that certain things are related or coordinated space. Deferred imitation. എന്താണ് ഡിഫേർഡ് ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഇസ് അണ്ടർ ടൈപ്പ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് ആണല്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി, ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറിയായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. അപ്പം ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ദ ഇൻഫാൻറ്റ് ഹാസ് ലേൺ എ മെൻ്റൽ സ്ട്രക്ചർ ഓഫ് ദ എക്സ്റ്റേണൽ വേൾഡ് ഇതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആക്യുറസി വിത്ത് വിച്ച് എ ടെസ്റ്റ് മെഷർ വാട്ട് എവർ ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ ഈസ് കോൾഡ്. ഓപ്ഷൻ എ കൺസിസ്റ്റൻസി, ഓപ്ഷൻ ബി ഒബ്ജക്റ്റിവിറ്റി, ഓപ്ഷൻ സി ഫീസിബിലിറ്റി ആൻഡ് ഓപ്ഷൻ ഡി വാലിഡിറ്റി. ഏതാണ്? ഓപ്ഷൻ ഡി വാലിഡിറ്റി ആണ് റൈറ്റ് ആൻസർ. Next question. Which among the following is not appropriate for students with different abilities? Option A. They should be admitted in special schools for special care and support. Option B. They should be provided appropriate support and service in schools. Option C. They should be admitted in regular schools with other students. And option D. They need the support of teachers with the special training. Not appropriate for students with a different ability. ഓപ്ഷൻ എ ദേ ഷുഡ് ബി അഡ്മിറ്റഡ് ഇൻ സ്പെഷ്യൽ സ്കൂൾസ് ഫോർ സ്പെഷ്യൽ കെയർ ആൻഡ് സപ്പോർട്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അറ്റ് നൈറ്റ് ഗോപി വാസ് woken up by some strange sound from outside the house. Though he could not make out what exactly the sound was, he assumed it must be wind blowing on trees and went to sleep peacefully. The cognitive process occurred in his assumption is option A accommodation, option B inductive reasoning, ഓപ്ഷൻ സി അസിമുലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഡിഡക്റ്റീവ് റീസണിങ്. ഏതായിരിക്കും? ഓപ്ഷൻ സി അസിമുലേഷനാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഗോപിയുടെ മനസ്സിൽ എന്തൊരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമ ഉണ്ട്. ആ ഒരു സ്കീമയാണ് അവിടുത്തെ ആ ഒരു മരത്തിൽ നിന്നും കാറ്റടിക്കുമ്പോൾ മരത്തിൻ്റെ ഒരു സൗണ്ട് കേട്ടെന്ന് പറയുന്നില്ലേ. സോ ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്കീമയിലേക്ക് അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സ്കീമയാണ് അവിടെ കേട്ട സൗണ്ട് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഈ സ്കീമാസ് തമ്മിലൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് അസിമുലേഷൻ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്.
Next question. Radha complains that she falls asleep whenever she sits for study. What would you advise her? Option A. Attend a motivation class. Option B. Take a health checkup. Option C. Take a good sleep and then sit for study. And option D. Wash face with cool water and sit for study. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരാൻ? ഓപ്ഷൻ ബി ടേക്ക് എ ഹെൽത്ത് ചെക്കപ്പ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is a student-centered learning approach? Option A. Gurukula learning. Option B. ICT assistant learning. Option C. Distant learning. And option D. Collaborative learning. Student-centered learning approach. Option D. Collaborative learning ആണ്. Next question. Content, objectives and the type of questions of the test are related to. Option A. Reliability. Option B. Objectivity. Option C. Blueprint. And option D. Consistency. Yes, option C. Blueprint ആണ് right answer. Next question. Karthik was offered alcoholic liquor during his friend's birthday celebration. Karthik thought of his father who doesn't take drink and he feared a bad scene if he goes back home drunk. Therefore, Karthik refused the drink's offer. The stimulus that prompted Karthik to avoid drink is option A. Negative reinforcement. Option B. Punishment. Option C. Positive reinforcement. And option D. Reward. ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ എ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അബൌട്ട് എൻവയോൺമെൻറ്റ് ഈസ് നോട്ട് ട്രൂ? ഓപ്ഷൻ എ. എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട് ഫ്രം ബർത്ത്. ഓപ്ഷൻ ബി. എൻവയോൺമെൻറ്റ് ഈസ് യുണീക്ക് ടു ഈച്ച് ഇൻഡിവിജ്വൽ. Option C. Environment is a physical surroundings. And option D. Environment include the thoughts and attitudes of others. എൻവയോൺമെൻറ്റുമായിട്ട് റിലേറ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണിത്? യെസ്, ഓപ്ഷൻ എ. എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് സ്റ്റാർട്ട്സ് ഫ്രം ബർത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is common among teachers and counselors? Option A. Facilitating. Option B. Empathy. Option C. Discipline. And option D. Evaluation. Common among teachers and counselors. Option B. Empathy ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Teacher as a social engineer means that option A. Teacher molds students according to the needs and demands of the society. Option B. Teacher makes plans for the development of the society. Option C. Teacher is able to make changes in the social systems. And option D. Teacher is a critic of the society. ടീച്ചർ ആസ് എ സോഷ്യൽ എൻജിനീയർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഓപ്ഷൻസ്? യെസ്, ഓപ്ഷൻ എ. ടീച്ചർ മോൾഡ് സ്റ്റുഡൻസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചേഴ്സ് ഡോമിനൻസ് ഓവർ സ്റ്റുഡൻസ് ഈസ് അക്സെപ്റ്റബിൾ ഇൻ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ. ക്രിയേറ്റിംഗ് ആൻഡ് ഗിവിംഗ് ക്ലിയർ expectations and consequence for student behavior. Option B. The kind of activity each student should engage in for learning a concept. Option C. The type of response and feedback expected from the students about a session. And option D. The amount of the time and effort required by each student for completing a task. Teachers' dominance over students is acceptable in. ഏതായിരിക്കും? ഓപ്ഷൻ എ. ക്രിയേറ്റിംഗ് ആൻഡ് ഗിവിംഗ് ക്ലിയർ എക്സെപ്ഷൻസ് ആൻഡ് കോൺസിക്വൻസ് ഫോർ സ്റ്റുഡൻറ്റ് ബിഹേവിയർ. Next question. Words that are actually written with their real meaning is called. Option A. Transformation structure. Option B. Deep structure. Option C. Social structure. And option D. Surface structure. എന്താണ്? ഓപ്ഷൻ ഡി. സർഫസ് സ്ട്രക്ചർ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. After watching the film Tarzan, Raju climbed a tree, swung from the branches and felt himself a hero. The satisfaction Raju had is due to option A. Direct reinforcement. Option B. Vicarious reinforcement. Option C. Self-reinforcement. And option D. Natural reinforcement. ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A traditional instrument for assessing individual difference along one or more given dimensions of behavior is called. Option A. Stethoscope. Option B. Periscope. Option C. Paper pencil test. And option D. Comprehension test. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി. പേപ്പർ പെൻസിൽ ടെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ.
Next question, the quality of a positive feedback is option A specific on the demerits, option B general comments on the impression, option C advice for improvement, option D closing time to the performance. The quality of a positive feedback. Option D close in time to the performance ആണ് right answer. Next question, Jija who failed in the examination justified that she failed because her teacher failed to remind her on time about the examination. Jija uses the mental mechanism of option A projection, option B regression, option C identification and option D humor. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ഏതാണ്? ഓപ്ഷൻ എ പ്രൊജക്ഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, pick the qualities of a creative person from the following. Option A sensitivity and fluency, option B fluency and rigidity, option C rigidity and sensitivity and option D fluency and conformity. Creative person's quality. Option A sensitivity and fluency ആണ് right answer. Next question, a teacher is expected to dash the cultural background, values, bias and learning style of the student and dash how these influence their behavior and learning. Option A restructure and assess, option B avoid, ignore, option C recognize, consider and option D challenge, prevent. ഇതാണ് ഓപ്ഷൻ സി റെക്കഗ്നൈസ് ആൻഡ് കൺസിഡർ ആണ് ഇവിടെ വരുന്നത്. എ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു റെക്കഗ്നൈസ് ദ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, ബയാസ് ആൻഡ് ലേണിംഗ് സ്റ്റൈൽ ഓഫ് ദ സ്റ്റുഡൻറ്റ് ആൻഡ് കൺസിഡർ ഹൗ ദീസ് ഇൻഫ്ലുവൻസ് ദെയർ ബിഹേവിയർ ആൻഡ് ലേണിംഗ്. Next question, Manu in LKG class is not able to write letters and alphabets legibly. This is because option A insufficient practice from home, option B lack of maturation of muscles, option C learning disorder and option D Manu's skills are in different areas. Not able to write letters and alphabets legibly. എന്തുകൊണ്ടായിരിക്കാം? ഓപ്ഷൻ ബി ലാക്ക് ഓഫ് മെച്ചുറേഷൻ ഓഫ് മസിൽസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രശ്മി ടീച്ചർ ഈസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ who insist on punctuality among her students. One day, she reached school late due to a valid reason. Rashmi's students criticized her and labeled her as one who does not practice what she preaches. Which among the following does not explain students' response? Option A, adolescent takes principles ideally. Option B, early adolescents take rules and laws as the essence of right and wrong. Option C, adolescent students dislike strict teachers and option D, adolescents are capable of reasoning but their thinking is affected by lack of maturity. ഏതാണ്? ഓപ്ഷൻ സി അഡോളസൻറ്റ് സ്റ്റുഡൻസ് ഡിസ്ലൈക്ക് സ്ട്രിക്റ്റ് ടീച്ചേഴ്സ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു കോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മെൻ. ഹൂ ഈസ് നോൺ ഫോർ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി നിത്യ ചൈതന്യ യതി, ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ ആൻഡ് ഓപ്ഷൻ ഡി ജെ കൃഷ്ണമൂർത്തി. ആരുടെയാണ് ഈ ഒരു വാക്കുകൾ? ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദ ആണ് റൈറ്റ് ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സൈക്കോളജിയുടെ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.